ഇപ്പൊ എല്ലാ സീരിയൽ സെറ്റിലും ഒരാൾക്ക് സീൻ കൂടിയ പ്രശ്നം, അങ്ങനെയൊക്കെ അതൊക്കെ അല്ലേ? ഉണ്ട് ശരിക്കും. ഉണ്ട്, അതൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഡയലോഗ് ഒക്കെ എണ്ണും, അതൊക്കെ ഉണ്ട്. അതൊക്കെ കോമഡി ഫീൽഡിലും ഉണ്ട്. ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് തരുമ്പോഴത്തേക്ക് എനിക്ക് എത്ര ഡയലോഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എണ്ണുന്ന അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അളിയൻസിനെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു സീൻ കൂടുതലുണ്ടെങ്കിൽ ചേച്ചി ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കും. ചേച്ചിക്കാണ് 2 സീൻ കൂടുതലെങ്കിൽ ഞാനിവിടെ അയ്യോ എനിക്ക് അത്ര സമയം വെറുതെ ഇരിക്കാലോ എന്നൊക്കെ ഓർത്ത് അങ്ങനെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ മഞ്ജു ചേച്ചി തന്ന ഒരു ഏറ്റവും നല്ല അഡ്വൈസ് എന്താ ചേച്ചിക്ക്? അങ്ങനെയല്ല, ഞാൻ വന്ന സമയത്തൊക്കെ ഓരോ സീൻ അഭിനയിക്കുന്ന സമയത്തും ഞാൻ ചേച്ചിയുടെ അടുത്ത് ചെല്ലുമായിരുന്നു. ചേച്ചി അവിടെ എന്തോ പറയും ചേച്ചി, ഞാൻ എന്ന് വെച്ചാൽ ഞാൻ 300ാമത്തെ 300 എത്ര കണ്ടാണ് ഞങ്ങൾ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ആ സമയം വരെ എനിക്ക് മുന്നേ സ്നേഹയായിരുന്നു ചെയ്തോണ്ട്. അപ്പൊ അവരൊരു 100 എപ്പിസോഡ് കഴിഞ്ഞ് പിന്നെ മഞ്ചേച്ചിയൊക്കെ മാത്രമായിട്ട് അപ്പൊ അവര് ഭയങ്കര ഒരു കറക്റ്റ് ആ ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോഴാണ് ഞാൻ വരുന്നത്. അപ്പൊ എനിക്കിത് എക്സ്പീരിയൻസും ഇല്ല, ഞങ്ങള് സ്കിറ്റ് ചെയ്തിട്ടല്ലേ ചെയ്യുന്നത്. അപ്പൊ ചില ആദ്യത്തെ എപ്പിസോഡൊക്കെ നോക്കുവാണെങ്കിൽ ഞാൻ ചിലപ്പോ മിണ്ടാതൊക്കെ നിൽക്കുന്ന കുറെ എപ്പിസോഡുകൾ ഉണ്ടാവും. അപ്പൊ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ചേച്ചി എനിക്ക് മെയിൻ ആയിട്ട് തന്നൊരു ഉപദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അനീഷന്റെ പേരാണ്. അപ്പൊ ഞാൻ എപ്പോഴും അനീഷന്റെ ഇങ്ങനെ നിഴലിങ്ങനെ ഏട്ടാ ഏട്ടാ എന്താട്ടാ ഇങ്ങനെ നിക്കുവായിരുന്നു. അപ്പൊ ഒരു ദിവസം ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇങ്ങനെയല്ല നിക്കണ്ടേന്ന് പറഞ്ഞു. നിങ്ങള് ഹസ്ബൻഡും വൈഫും ആണ്.